ക്രിസ്മസിന് തലേന്ന് നഗരം നക്ഷത്രവിളക്കുകളാൽ തിളങ്ങുകയായിരുന്നു. അമൽ തന്റെ ചെണ്ടയിൽ താളാത്മകമായി കോലുകൊണ്ട് അടിച്ചു. ആഘോഷങ്ങൾക്കായി കുറച്ച് പണം കണ്ടെത്തുക എന്നതായിരുന്നു ആ സുഹൃത്തുക്കളുടെ ലക്ഷ്യം. പാട്ടിന്റെ താളത്തിനൊപ്പം അവർ ഓരോ വീടിന്റെയും പടികൾ കയറിയിറങ്ങി. നടത്തത്തിന്റെ ക്ഷീണം അവരെ തളർത്തുന്നുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകകൾ അവർ ബേസിലിന്റെ കയ്യിലുള്ള സഞ്ചിയിൽ ഭദ്രമായി സൂക്ഷിച്ചു. അടുത്തത് ആ വലിയ വീടാണ്, അവിടെ നിന്ന് നല്ലൊരു തുക കിട്ടാതിരിക്കില്ല, നീരവ് ആവേശത്തോടെ പറഞ്ഞു. അവർ ആ വലിയ മതിലുള്ള വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. ആ വീടിന്റെ വരാന്തയിൽ വെളിച്ചമുണ്ടായിരുന്നു. ജനാലകൾക്കിടയിലൂടെ അകത്തെ ചലനങ്ങളും അവർ കണ്ടു. ഷമീർ ആവേശത്തോടെ ബെല്ലടിച്ചു. അമൽ തന്റെ ചെണ്ടയിൽ ആഞ്ഞുകൊട്ടി. അവർ ഉച്ചത്തിൽ കരോൾ ഗാനങ്ങൾ പാടി. മിനിറ്റുകൾ കടന്നുപോയിട്ടും ആരും പുറത്തുവന്നില്ല. ആരും വാതിൽ തുറന്നതുപോലുമില്ല. വരാന്തയിലെ ലൈറ്റ് അണഞ്ഞു. അതു കണ്ടു അവർക്ക് ദേഷ്യം തോന്നി. തങ്ങളെ അവഗണിച്ച വീട്ടുകാരോട് ഷമീറിന് കടുത്ത അമർഷം തോന്നി. അവർ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ ഷമീർ മാത്രം കുറച്ചുനേരം ആ ഉമ്മറത്ത് തങ്ങിനിന്നു. അമൽ പടികൾ ഇറങ്ങുമ്പോഴും ഷമീർ ആ ഇരുട്ടിൽ എന്തോ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന്, ഓടിക്കോ എന്ന് ഷമീർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എവിടെ നിന്നെന്നില്ലാതെ നായ്ക്കളുടെ കുര കേൾക്കുന്നു ഉണ്ടായിരുന്നു. എല്ലാവരും ഭയന്ന് ഓടാൻ തുടങ്ങി. ഷമീർ അവരുടെ തൊട്ടുപിന്നാലെ വേഗത്തിൽ ഓടിവരുന്നുണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് അവർ കോളേജ് ക്യാമ്പസിലെത്തി. അഞ്ജലി മുട്ടുകാലിൽ കൈകൾ ഊന്നി ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. വിയർപ്പു തുടച്ചുകൊണ്ട് ഷമീറിനെ നോക്കി. എന്തിനാടാ നീ അങ്ങനെ പേടിപ്പിച്ചത്? അവർ ചോദിച്ചു. ഷമീർ തന്റെ ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ജോഡി വിലകൂടിയ ഷൂസുകൾ പുറത്തെടുത്തു. ബേസിൽ അത് കണ്ട് ഞെട്ടിപ്പോയി. അവർക്ക് പണം തരാൻ മടിയാണെങ്കിൽ ഇത് നമുക്ക് പണമാക്കാം, 2000 രൂപയെങ്കിലും കിട്ടും ഇതിന്, ഷമീർ പറഞ്ഞു. എന്തിനാണ് നീ ഇത് ചെയ്തത്? ഇത് തെറ്റാണ് ഷമീർ, ബേസിൽ അവനെ ശാസിച്ചു. എന്നാൽ ഷമീർ വഴങ്ങിയില്ല. അവർക്ക് അഹങ്കാരമാണ്. ഇത്രയും നേരം അവിടെ പാടിയിട്ടും അവർക്ക് വാതിൽ തുറക്കാൻ പോലും തോന്നിയില്ലല്ലോ, അവൻ രോഷത്തോടെ പറഞ്ഞു. അമലും നീരവും ഈ തർക്കം കേട്ട് അവിടേക്ക് വന്നു. ലഭിച്ച തുക എണ്ണുമ്പോഴും അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. നമ്മൾ പണമുണ്ടാക്കാൻ ഇറങ്ങിയതാണ്, അല്ലാതെ മോഷ്ടിക്കാനല്ല, നീരവ് പതുക്കെ പറഞ്ഞു. അമൽ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവന്റെ മുഖത്ത് അസ്വസ്ഥത പ്രകടമായിരുന്നു. അഞ്ജലി പിണങ്ങിപ്പോയി. ആ രാത്രിയിൽ ആരും സമാധാനത്തോടെ ഉറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഷമീറിന്റെ മനസ്സ് കൂടുതൽ ഭാരമുള്ളതായി തോന്നി. കിട്ടിയ പണം കൊണ്ട് അവർ വാങ്ങിയ കേക്കും മധുരപലഹാരങ്ങളും അവന് കയ്പുള്ളതായി തോന്നി. ആ ചെരുപ്പ് തന്റെ കയ്യിലിരിക്കുന്നത് വലിയൊരു പാപമായി അവൻ കരുതി. സുഹൃത്തുക്കളുടെ മുഖത്തേക്ക് നോക്കാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ അവർ തീരുമാനിച്ചു, ആ ഷൂ തിരിച്ചു കൊടുക്കണം. ഇരുട്ടു വീണപ്പോൾ ഷമീറും നീരവും പതുക്കെ ആ വലിയ വീടിന് മുന്നിലെത്തി. ആരും കാണാതെ ആ വരാന്തയിൽ അത് തിരിച്ചു വയ്ക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭയം തോന്നിയിട്ടും അവർ മുന്നോട്ട് നടന്നു. ആരും ശ്രദ്ധിക്കാത്ത ഒരു നിമിഷം നോക്കി ഷമീർ വരാന്തയിലെത്തി. ഷൂ ഇരുന്ന അതേ സ്ഥാനത്ത് തന്നെ അവൻ അത് ഭദ്രമായി വെച്ചു. അവിടുന്ന് വേഗത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ മനസ്സ് ഒരു പഞ്ഞിപോലെ ഭാരം കുറഞ്ഞതായി തോന്നി. ബേസിലും അമലും ഗേറ്റിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവർ ഒരു ചെറിയ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. കരോളിലൂടെ ലഭിച്ച ആ ചെറിയ തുക ഉപയോഗിച്ച് അവർ ലളിതമായ ഒരു ക്രിസ്മസ് വിരുന്ന് നടത്തി. പണം കുറവായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം നിറഞ്ഞുനിന്നു. സത്യസന്ധതയോടെയുള്ള ആ ക്രിസ്മസ് അവർക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഒന്നായി മാറുകയായിരുന്നു.